ഹായ് ഫ്രണ്ട്സ്, സൈക്കോളജിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വൈജ്ഞാനിക വികാസം. ഡി എൽ എഡിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വൈജ്ഞാനിക വികാസം വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. ഒരു വയസ്സ് എത്തുന്നതിന് മുൻപുള്ള ഒരു കുട്ടിയെ സങ്കല്പിക്കുക. ആ കുട്ടിയുടെ ഭാഷാ പ്രകടനം ഏതു തരത്തിലായിരിക്കും? കുറേ ആക്ഷൻസ് ആയിരിക്കും അല്ലേ? ആക്ഷൻസ് ആയിരിക്കും, പിന്നെ ചെറിയ ഞരക്കങ്ങളും മൂളലുകളും ചിരിയും കരച്ചിലും അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അർത്ഥമില്ലാത്ത ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അത് ഭാഷയല്ല, ശബ്ദങ്ങൾ മാത്രമാണ് എന്ന് നമുക്കറിയാം, പക്ഷേ കുട്ടിക്കത് അറിയില്ല അല്ലേ? അപ്പോൾ ഭാഷയില്ലാത്ത ചിന്ത സാധ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടിൽ ഭാഷാ വികസനം എന്ന ഭാഗത്ത് ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമുക്കിവിടെ നിന്ന് നോക്കാനായിട്ടുള്ളത്. പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായിട്ടുള്ള വൈഗോട്സ്കി അല്ലെങ്കിൽ വിഗോട്സ്കി എങ്ങനെയാണെന്ന് വെച്ചാൽ വായിക്കാം കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രായത്തിലുള്ള കുട്ടിയുടെ ചിന്തയ്ക്ക് ഭാഷ ഇല്ല അല്ലേ? കാരണം ഈ പ്രായക്കാരിൽ വ്യത്യസ്ത തരത്തിലാണ് ഭാഷാവികാസവും ചിന്താവികാസവും നടക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഏതാണ്ട് 2 വയസ്സാകുമ്പോഴാണ് ഇവ തമ്മിൽ ഒരു ഏകോപനമായിട്ട് വരുന്നത്. മറ്റേത് ചിന്ത വേറെ രീതിയിൽ, കുട്ടിയെ സംബന്ധിച്ച് ഭാഷയില്ല, കുറച്ച് ശബ്ദങ്ങൾ മാത്രമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലൊന്ന് കോർഡിനേറ്റ് ആയി പോകുന്നത്, ഭാഷയും ചിന്തയും തമ്മിലൊന്ന് ഏകോപിതമാകുന്നത് ഏതാണ്ട് 2 വയസ്സാകുമ്പോഴാണ്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് കുട്ടിയുടെ പെരുമാറ്റത്തിൽ കണ്ടു തുടങ്ങാനായിട്ടും സാധിക്കും. ചുറ്റുപാടുമുള്ള വ്യക്തികളെയും വസ്തുക്കളെയും തിരിച്ചറിയാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇവയ്ക്കെല്ലാം പേരുകളുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പേരറിയാത്ത പുതിയ വസ്തുക്കളെ കാണുമ്പോൾ കുട്ടിയിൽ പ്രശ്നം ഉടലെടുക്കുന്നു. തുടർന്ന് മുതിർന്നവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ വസ്തുക്കളുടെ പേര് കുട്ടി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടി അവൻ്റെ സമൂഹവുമായി ഇടപെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവന് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുന്നത് അല്ലേ? ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാവുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. കുട്ടി സ്വന്തമായിട്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. അതെങ്ങനെയാണ്? സമൂഹവുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഉള്ള ഇടപെടലിലൂടെയാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത്. കുട്ടിക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് എത്തിച്ചേരാവുന്ന പ്രശ്ന പരിഹരണ തലവും സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന പ്രശ്ന പരിഹരണ തലവും തമ്മിലുള്ള അന്തരത്തെ അദ്ദേഹം ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികാസ മണ്ഡലം, മലയാളം ടേംസ് പ്രത്യേകിച്ചൊന്ന് പഠിച്ചു വച്ചേക്കാം. ചിന്തയും അതിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള അറിവും സ്വയം ഉണ്ടാവുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും കുട്ടിയിൽ ഉടലെടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? വൈഗോട്സ്കി വിശേഷിപ്പിച്ചു. അപ്പോൾ കുട്ടിക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് എത്തിച്ചേരാവുന്ന ഒരു തലമുണ്ടല്ലോ. ഓക്കെ, അതായത് കറണ്ട് എബിലിറ്റി ലെവൽ, കുട്ടിയുടെ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റി ലെവൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കറണ്ട് എബിലിറ്റി ലെവലും അവനിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട്, ഒരു സ്കാഫോൾഡിങ്ങിൻ്റെ റിസൾട്ടോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മോർ നോളജബിൾ അതേഴ്സ് നമുക്ക് പറയാം, കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ അറിയാവുന്ന മറ്റൊരാളുടെ സ്കാഫോൾഡിങ്ങോട് കൂടിയിട്ട് ഈ കുട്ടിക്ക് എത്തിച്ചേരാവുന്ന ഒരു തലവുമുണ്ട്. ആ ഒരു തലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. മോർ നോളജബിൾ അതേഴ്സ്, കൂടുതൽ അറിവുള്ള ആളുകളുടെ സഹായത്തോടു കൂടി, സ്കാഫോൾഡിങ്ങിൻ്റെ റിസൾട്ടോട് കൂടി ആ കുട്ടിക്ക് എത്തിച്ചേരാവുന്ന ഒരു ലെവലുണ്ട്. അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് എബിലിറ്റി ലെവലിൻ്റെയും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അന്തരം, അതിനെയാണ് എന്ത് പറയുന്നത്? ZPD അല്ലെങ്കിൽ സമീപസ്ഥ വികാസ മണ്ഡലം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പല ആവർത്തി PSC ചോദിച്ചിട്ടുണ്ട്, കേട്ടിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ, അത് നമ്മൾ ആ ഒരു ZPD ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഇതാണ് ഇപ്പോൾ കുട്ടിയുടെ കറണ്ട് ലെവൽ എന്ന് വിചാരിക്കുക. കറണ്ട് എബിലിറ്റി ലെവൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ചൈൽഡ്. ഓക്കെ, ഇനി മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് ആ കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ലെവൽ ഈ മുകളിൽ വരച്ചിരിക്കുന്നതാണെങ്കിൽ, അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പോൾ ഈ കറണ്ട് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് ആണ് എന്ത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD എന്ന് നമുക്ക് പറയാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്ന് സ്കാഫോൾഡിങ്ങിൻ്റെ റിസൾട്ടോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മോർ നോളജബിൾ അതേഴ്സ്, കൂടുതൽ അറിവുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് കുട്ടി എത്തിച്ചേരുന്ന പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പോൾ ഈ 2 ലെവലുകളുടെ അന്തരമാണ് എന്തെന്ന് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞ കാര്യം? ഓക്കെ.
പ്രകൃതിയുമായും ചുറ്റുപാടുമുള്ള വസ്തുക്കളും വ്യക്തികളുമായിട്ടും ഉള്ള ഇടപെടലിൻ്റെ ഫലമായിട്ട് കുട്ടിയിലുണ്ടാവുന്ന ആന്തരിക വികാസമാണ് വൈഗോട്സ്കി പഠനമെന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? പ്രകൃതിയുമായിട്ടും ചുറ്റുപാടുള്ള വസ്തുക്കളുമായിട്ടും വ്യക്തികളുമായിട്ടും ഒക്കെയുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് കുട്ടിയിലുള്ള ആന്തരിക വികാസം സംഭവിക്കുന്നത്. ആ ആന്തരിക വികാസത്തിനെയാണ് നമുക്ക് പഠനമെന്ന് പറയാവുന്നത് എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്തത് വൈജ്ഞാനിക വികാസം ബ്രൂണറിൻ്റെ കാഴ്ചപ്പാടിലാണ് നമ്മൾ നോക്കുന്നത്. ബ്രൂണർ. ഓക്കെ, നോക്കിക്കോളൂ. ഇപ്പോൾ ബ്രൂണറിനെ കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ബ്രൂണറിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. കളിപ്പാട്ടം എന്തിനുള്ളതാണ്? കളിക്കാനുള്ളതാണ്. ഒരു ചെറിയ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്താലോ കളിക്കിടയിൽ കുഞ്ഞ് അത് വായിലിട്ട് നുണഞ്ഞെന്ന് വരും. അപ്പോൾ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നോക്കാം. ജെറോമസ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഇവിടെ കുഞ്ഞ് തൻ്റെ അറിവ് പ്രവൃത്തിയിലൂടെ പ്രകാശിപ്പിക്കുകയാണ്. കളിപ്പാട്ടം നുണയാൻ പറ്റുമെന്നുള്ളതാണ്. കുട്ടിയെ സംബന്ധിച്ച് അത്രേ അറിവുള്ളൂ, അല്ലേ? അപ്പോൾ ചെറിയൊരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ കളിപ്പാട്ടം കളിക്കാനുള്ളതാണെന്ന് അറിയില്ല. അവനെ സംബന്ധിച്ച് അവൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത് കിട്ടിയാലും വായിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരാളുടെ ചിന്താഗതി രൂപപ്പെടുന്നതിന് പക്വനം, പരിശീലനം, അനുഭവങ്ങൾ എന്നിവയിലൂടെയാണ്. ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് ബ്രൂണർ പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 ഘട്ടങ്ങൾ? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം. 2 ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബന ഘട്ടം. 3 സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടം. അപ്പോൾ ഇത് 3ഉം നമ്മൾ പഠിച്ചു വയ്ക്കണം, ചോദിക്കും. ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് ബ്രൂണർ പറയുന്നത്. ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. പ്രവർത്തന ഘട്ടം അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്, അല്ലേ? ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഘട്ടത്തിൽ തൻ്റെ ചിന്തകളെ ഭാഷയിലൂടെയും മറ്റ് പ്രതീകങ്ങളിലൂടെയും പ്രകാശിപ്പിക്കാൻ കുട്ടി അശക്തനാണ്. അതായത് ഭാഷയ്ക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, പ്രത്യേകിച്ചും ആക്ഷനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതിനാൽ അനുയോജ്യമായിട്ടുള്ള ശാരീരിക പ്രവർത്തനത്തിലൂടെ കുട്ടി അത് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രവർത്തന ഘട്ടം. പ്രവർത്തനങ്ങൾക്കാണ് അല്ലെങ്കിൽ ആക്ഷൻസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഓർത്ത് വച്ചേക്കാം. ആക്ഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് കളിപ്പാട്ടം നുണയുന്ന കുട്ടി ഇത് തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം എന്ന് പറയുമ്പോൾ ആക്ഷൻ ബേസ്ഡ് ആണ്. അതുപോലെ ഇൻഫാൻസി സ്റ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫാൻസി സ്റ്റേജ്. ഇൻഫാൻസിയിലാണ്. പിന്നെന്താണ്? ഏർലി മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലേ? കുട്ടി എന്ത് കാര്യങ്ങളും പറയുന്നത് അല്ല ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഭാഷയിലൂടെ ഉച്ചരിക്കാനായിട്ട് കുട്ടിക്ക് പറ്റുന്നില്ല, ആക്ഷൻസിലൂടെയാണ്. അപ്പോൾ നമുക്ക് പറയാം അത് ഏർലി മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ളത്, കേട്ടോ. ഇനി ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിംബങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഐക്കൺസിനാണ്, അല്ലേ? ഇമേജ് ബേസ്ഡ് ആണ്, കേട്ടോ. ഇമേജ് ബേസ്ഡ് ആണ്. അത് എന്താണ്? പിക്ചേഴ്സ് ആവാം, ഡയഗ്രാംസ് ആവാം, ആ രീതിയിൽ. അത് കയ്യിൽ കിട്ടിയ കരിക്കട്ടയും മറ്റും ഉപയോഗിച്ച് കുട്ടികൾ ചുവരിലും മറ്റ് പ്രതലങ്ങളിലും ഒക്കെ പലതരം രൂപങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ മനോചിത്രങ്ങളുടെ മെൻ്റൽ ഇമേജസിൻ്റെ ആവിഷ്കാരമാണ് ഈ പറയുന്നത്. വൈജ്ഞാനിക വികാസത്തിൻ്റെ ഈ തലത്തിൽ വസ്തുക്കൾ, വ്യക്തികൾ, സംഭവങ്ങൾ തുടങ്ങിയവയെ കുട്ടി ആവിഷ്കരിക്കുന്നത് ഇത്തരം മനോബിംബങ്ങളിലൂടെയാണ്. അപ്പോൾ ഇമേജസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് നോക്കാം. ഇവിടെ എങ്ങനെയാണ്? സിമ്പിൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് പ്രതീകങ്ങൾക്ക്. ലാംഗ്വേജ് ബേസ്ഡ് ആണ്. സിമ്പിൾസ്, ലാംഗ്വേജ്, നമ്പേഴ്സ് ഇതിനൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നോക്കാം. ലാംഗ്വേജ് ബേസ്ഡ്. ഓക്കെ. ഇനി തൻ്റെ വീട്ടുവളപ്പിൽ കണ്ട മയിലിനെ വിവരിക്കുന്ന കുട്ടി ആശയപ്രകാശനത്തിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന പ്രതീകമാണ്. ദാ ഈ ഒരു ക്വസ്റ്റ്യൻ PYQ ആണ്, കേട്ടോ. നിങ്ങൾ PYQ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേ സെൻറ്റൻസ് തന്നെയാണ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ വീട്ടുവളപ്പിൽ കണ്ട മയിലിനെ കുറിച്ച് വിവരിക്കുന്ന കുട്ടി ആശയപ്രകാശനത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇത്. നമ്മുടെ ബ്രൂണറിൻ്റെ വികാസഘട്ടങ്ങളിൽ ഏതിലാണ് വരുന്നത് എന്നായിരുന്നു ചോദ്യം. ഓക്കെ, സിംബോളിക് സ്റ്റേജാണ്, പ്രതീകാത്മക ഘട്ടമാണ്, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ ഭാഷയില്ല, അല്ലെങ്കിൽ സിമ്പിൾസ്, അല്ലെങ്കിൽ വേർഡ്സ്, ലാംഗ്വേജ്, നമ്പേഴ്സ് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഘട്ടത്തിലുള്ള കുട്ടിക്ക് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവുണ്ടായിരിക്കും. ഭാഷാ വികാസമാണ് ഈ ഘട്ടത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക വികാസത്തിൻ്റെ ഉയർന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് JS ബ്രൂണറിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചാണ്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. നിങ്ങൾ ഈ ഒരു മലയാളം ടേംസ് പ്രത്യേകിച്ച് പഠിച്ചു വെച്ചേക്കുക.
പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. അപ്പോൾ പ്രവർത്തന ഘട്ടം എന്ന് പറയുമ്പോൾ ആക്ഷൻ ബേസ്ഡ് ആണെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് ഇമേജ് ബേസ്ഡ് ആണ്. സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സിമ്പിൾസ്, ലാംഗ്വേജ്, നമ്പേഴ്സ് അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സംവേദനവും പ്രത്യക്ഷണവും, സെൻസേഷനും പെർസെപ്ഷനെയും കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് സംവേദനം നോക്കാം. നോക്കിയേ, 2 എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ആഹാ, മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടല്ലോ. അടുത്തത്, തടിമില്ല് പിന്നെയും പ്രവർത്തനം തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ മുല്ലപ്പൂ വിരിഞ്ഞ കാര്യം ആ കുട്ടി അറിഞ്ഞത്, ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അറിഞ്ഞത് എങ്ങനെയാണ്? ഗന്ധം അല്ലേ, ഗന്ധത്തിലൂടെയാണ്. തടിമില്ല് പിന്നെയും പ്രവർത്തനം തുടങ്ങിയെന്ന് തോന്നുന്നു, എന്താണ്? ശബ്ദത്തിലൂടെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കാട്ടോ, ഈ 2 കാര്യങ്ങളും കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത്, അല്ലെ ആ ഒരു വ്യക്തി അറിഞ്ഞിരിക്കുന്നത് എന്തിലൂടെയാണ്? അവൻ്റെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളും സംവേദനങ്ങളാണ്, സെൻസേഷനുകളാണ്. സെൻസ് ഓർഗൻസിലൂടെ ലഭിക്കുന്നതെല്ലാം, എല്ലാ അനുഭവങ്ങളെയും നമുക്ക് എന്ത് പറയാം? സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനങ്ങൾ എന്ന് പറയും. എന്നാൽ എല്ലാ സംവേദനങ്ങളും അർത്ഥപൂർണ്ണമാകണമെന്നില്ല. ഏതെങ്കിലും പരിസര ഘടകങ്ങളുടെ സ്വാധീനത്താൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണ് സംവേദനം. അപ്പോൾ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ആ 5 സെൻസ് ഓർഗൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെയാണ് സെൻസേഷൻസ് എന്ന് നമുക്ക് പറയാവുന്നത്, അല്ലേ? ഇനി നോക്കിയേ, വളരെ ലളിതമായ മാനസിക പ്രക്രിയയാണ് സംവേദനം എന്ന് പറയുന്നത്. അതിന് ചില സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? അർത്ഥപൂർണ്ണമല്ലെങ്കിൽ സംവേദനം ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ സെൻസ് ഓർഗനിലൂടെ പല കാര്യങ്ങളും സെൻസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാണുന്ന എല്ലാ കാഴ്ചകളും നമ്മളുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുന്നുണ്ടോ? ഇല്ല. നമ്മളുടെ സെൻസിന്, അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് അത് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഫീഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അർത്ഥപൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ സംവേദനം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തീവ്രതയ്ക്ക് അനുസരിച്ച് സംവേദനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നുണ്ട്. എല്ലാ സംവേദനത്തിലും ഗുണം, തീവ്രത, വ്യക്തത എന്നിവയുണ്ട്. വിവിധ മാനസിക പ്രക്രിയകൾ ഉൾച്ചേർന്ന പ്രവർത്തനമാണ് സെൻസേഷൻ. വ്യക്തി വ്യത്യാസം അനുസരിച്ച് സംവേദനക്ഷമതയിലും വ്യത്യാസമുണ്ടാവുന്നുണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സെൻസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സംവേദനവും പ്രത്യക്ഷണവുമാണ് നമ്മൾ ഒരുമിച്ച് വെച്ച് പഠിക്കാറുള്ളത്. അപ്പോൾ എന്താണ് ഇനി പ്രത്യക്ഷണം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കാട്ടോ, എന്താണ് പ്രത്യക്ഷണം? ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരിക്കുമ്പോഴാണ് അതെന്താവുന്നത്? പെർസെപ്ഷൻ ആവുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പല കാര്യങ്ങൾ രാവിലെ ഉറക്കമുണർന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ പല കാര്യങ്ങൾ കാണുന്നുണ്ട്, പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന കാര്യം തന്നെ പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്, അല്ലേ? അപ്പം നമുക്കത് കംപ്ലീറ്റ് ആണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്കത് കാണണം, കേൾക്കണം, അറിയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അതിൽ നിന്ന് ആവശ്യമുള്ളവ മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോഴാണ് അത് പ്രത്യക്ഷണം ആകുന്നുള്ളൂ. സെൻസേഷൻ, മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻസേഷനെയാണ് എന്ത് പറയുന്നത്? പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളോടുള്ള മാനസിക പ്രക്രിയയാണ് പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സംവേദനത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യക്ഷണം നടക്കുന്നത്. സെൻസേഷൻ ഇല്ലെങ്കിൽ പെർസെപ്ഷൻ ഇല്ല. ഓക്കെ, അത് മുന്നറിവുകളെ പുതിയ അറിവുമായി ബന്ധപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രത്യക്ഷണം എന്ന് പറയുന്നത് സെലക്റ്റീവാണ്. അതാണ് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ മാത്രം കാണുന്നു, കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുന്നു. പല കാര്യങ്ങളും, എത്രയോ സൗണ്ട് നമ്മൾ ഡെയിലി കേൾക്കുന്നു, അതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുന്നുണ്ടോ? ഇല്ല. സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. പ്രത്യക്ഷണത്തിൽ ഐക്യവും സമഗ്രതയും ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതകളാണ്. സെൻസേഷൻ്റെയും പെർസെപ്ഷൻ്റെയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. സെൻസേഷൻ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ കൂടെ നമുക്ക് റിസീവ് ആവുന്ന അനുഭവങ്ങളെയാണ് സെൻസേഷൻ എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളവ സോർട്ട് ചെയ്തിട്ട്, അല്ലെ സെലക്റ്റീവായിട്ട് നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് എടുക്കുന്നവയാണ് പെർസെപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത്രയും മനസ്സിലാക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ടതില്ല. ഇനി അടുത്തത് ആശയ രൂപീകരണം, അല്ലെ കൺസെപ്റ്റ് ഫോർമേഷൻ നോക്കാം. പഠന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ആശയ രൂപീകരണത്തിനുള്ളത്. വളരെ സങ്കീർണമായ മാനസിക പ്രക്രിയകളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നത്. ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് എന്ന ആശയം 2ാം ക്ലാസ്സിലെ കുട്ടികളിൽ വികസിപ്പിക്കാൻ ഏതെല്ലാം മാനസിക പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്? എക്സാമ്പിളാണ്, നോക്കാട്ടോ. കുട്ടികൾ ജീവികളെ കാണുന്നു, സെൻസ് ചെയ്യുന്നു. ഓക്കെ, സെൻസേഷൻ.
പ്രത്യേകതകൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ജസ്റ്റ് ജീവിയെ കാണുന്നു, നമ്മളെ മനസ്സിൽ എന്താണ്, ആ ജീവികളുടെ സഞ്ചാര രീതികൾ പഠിക്കണം. കുട്ടികളോട് ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് അവരെങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുക നിങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ സഞ്ചാര രീതി ഉൾപ്പെടെയുള്ള പ്രത്യേകതകളൊക്കെ കുട്ടികൾ അത് കണ്ടുപിടിക്കുമ്പോൾ അതെന്തായി, പ്രത്യക്ഷനായി. ഇനി ഓരോ പ്രത്യേകതയുള്ളവയെ കൂട്ടങ്ങളായിട്ട് ഗ്രൂപ്പുകളാക്കി വെക്കുമ്പോൾ അത് താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെ അവയെ വർഗ്ഗീകരിക്കുമ്പോൾ അവർ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുകയാണ് അല്ലേ. പിന്നെ എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് എന്നവർ സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏതൊരു ആശയവും രൂപപ്പെടുമ്പോഴും ഇതുപോലെയുള്ള മാനസിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, അല്ലെ കാണുന്നത് പോലെയല്ല ഒബ്സർവേഷൻ. കാഴ്ച വേറെയാണ്, ഒബ്സർവേഷൻ വേറെയാണ്. കാഴ്ച എന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മൾ എന്താണ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ് കാഴ്ച എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ കാണുന്നു, അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, പെർസെപ്ഷനായിട്ട് മാറുകയാണ്. പിന്നീട് അതിൽ നിന്ന് നമ്മൾ ഓരോ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ഉള്ളിലൊരു ആശയം രൂപീകരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള മാനസിക പ്രവർത്തനങ്ങളുടെയൊക്കെ ഫൈനൽ റിസൾട്ടായിട്ടാണ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, ഒരാശയം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആശയം എന്നാൽ എന്താണ്? ഒരു വസ്തു എന്താണ് എന്നുള്ള യഥാർത്ഥമായ ധാരണയാണ് ആശയം. ഓക്കെ. എന്നാൽ മനഃശാസ്ത്രത്തിൽ ഒരു വസ്തുവിനെക്കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകെത്തുകയാണ് ആശയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് ആശയം എന്ന് ചോദിച്ചാൽ, ഒരു വസ്തു എന്താണ് എന്ന് നമുക്ക് ശരിയായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്, നമുക്ക് ആശയമുണ്ട് എന്ന് പറയാം. പക്ഷേ സൈക്കോളജി കേസിലേക്ക് വരുമ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകെത്തുകയാണ് ആശയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സംഭവങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും ലോകത്ത് നിന്ന് പൊതുവായ സവിശേഷതകളും ബന്ധങ്ങളും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആശയം എന്ന് ഹമേർഷ്യൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആശയം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോമൺ ലെവൽ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് മാറിയിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്. എന്തൊക്കെയാ? ഒരു വസ്തുവിനെക്കുറിച്ച് അറിയാവുന്ന വസ്തുക്കളുടെ ആകെത്തുക, അതിനെയാണ് ആശയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംഭവങ്ങളുടെയും വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ ഒക്കെ ലോകത്ത് നിന്ന് പൊതുവായ സവിശേഷതകളും ബന്ധങ്ങളും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആശയം എന്നാണ് ഹമേർഷ്യൻ അഭിപ്രായപ്പെട്ടത്. ഒരു സൈക്കോളജിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ടുള്ളതല്ല. കാര്യമായിട്ടുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ വരുന്നത് ഇതാണ്: ആശയ രൂപീകരണം ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ. ഇതൊക്കെയാണ് നമ്മൾ നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ. വരാം ഇതിലേക്ക്. ജെറോമസ് ബ്രൂണർ മുന്നോട്ട് വെച്ച ആശയദാന മാതൃക മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കേട്ടിട്ട് എക്സാമിനും ചോദിച്ച ഭാഗമാണ്. ആശയദാന മാതൃക അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആര് കൊണ്ടുവന്നതാണ്? ജെറോമസ് ബ്രൂണർ, JS ബ്രൂണർ കൊണ്ടുവന്നതാണ്. ഏത്? ആശയദാന മാതൃക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബേസ് ചെയ്തിട്ട് ആശയ രൂപീകരണത്തിന് കുറച്ച് ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ എന്നീ ഘട്ടങ്ങൾ ഏതിലുണ്ട്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലുണ്ട്. അപ്പോൾ നോക്കിയേ, ഒരു കൂട്ടം വസ്തുക്കളിൽ സാജാത്യങ്ങളും വൈജാത്യങ്ങളും ദർശിക്കുന്ന കുട്ടിക്ക് സമാനതയുള്ളവയെ ഒരു കൂട്ടമായിട്ടും അല്ലാത്തവയെ മറ്റൊരു കൂട്ടമായിട്ടും തരംതിരിക്കാനായിട്ട് കഴിയും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വസ്തുക്കൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബേസിൽ ആ കുട്ടിക്ക് സിമിലാരിറ്റി തോന്നുന്ന കാര്യങ്ങളെയും പിന്നെ അതുപോലെ തന്നെ സിമിലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെയും ഗ്രൂപ്പായിട്ട് വയ്ക്കുന്നു. വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നതിലൂടെയും താരതമ്യം ചെയ്യുന്നതിലൂടെയുമാണ് ഇത് സാധിക്കുന്നത്. ആദ്യം ഓരോ കൂട്ടത്തിൻ്റെയും പൊതു സ്വഭാവം വിവരിക്കുന്നു, പിന്നീട് അതേക്കുറിച്ച് ചില നിഗമനങ്ങൾ രൂപീകരിക്കുവാനും കുട്ടിക്ക് കഴിയുന്നു. തൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ച് കുട്ടി ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഈ വിധത്തിലാണ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് പ്രകൃതിയിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളെ അവൻ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? അവന് തോന്നിയ സിമിലാരിറ്റിയുടെ ബേസിസിലാണ് അവൻ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവൻ നിരീക്ഷിച്ചു, അതിനെ താരതമ്യപ്പെടുത്തി, തരംതിരിച്ചു, എന്നിട്ട് രണ്ടിനെയും രണ്ട് ഗ്രൂപ്പാക്കി വെച്ചു. ഇനി നോക്കിയേ, യുക്തിചിന്ത എന്താ പറയുന്നത്? ബുദ്ധിപരമായി വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്തനം. ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ യുക്തിചിന്തനം ആവശ്യമായി വരുന്നു. മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള പ്രത്യേക കഴിവാണ് യുക്തിചിന്തനം അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണിങ്ങിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളോട് തന്നിട്ടുണ്ട്. 2 ഡെഫിനിഷൻസ് ആണ്. ഭൂതകാല അനുഭവങ്ങളെ പ്രശ്നപരിഹരണത്തിനായി പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഉൽപാദനപരമായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള തോട്ടാണ് എന്ത്? റീസണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമ്മൾ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പുതിയ രീതിയിൽ ഒരു പുതിയ പ്രശ്നത്തെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടൊരു സോൾവ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് യുക്തിചിന്ത എന്ന്
പറയുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഘട്ടം ഘട്ടമായ ചിന്തനമാണ് യുക്തിചിന്ത എന്നും ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇനി യുക്തിചിന്തയുടെ സവിശേഷതകൾ നോക്കാം. സംഭവങ്ങളുടെ കാരണത്തെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. കൃത്യമായ ലക്ഷ്യമുള്ളതാണ്. പ്രശ്നപരിഹരണത്തിനുള്ള ഉപാധിയാണ് യുക്തിചിന്തനം എന്ന് പറയുന്നത്. ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റിനുള്ള മാർഗമായി വർത്തിക്കുന്നതാണ്. വസ്തുക്കൾ ഗ്രഹിക്കുന്ന പ്രക്രിയയാണ്. പ്രതീകാത്മകമായ പ്രവർത്തനമാണ്. ഭൂതകാല അനുഭവങ്ങളും അറിവും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ യുക്തിചിന്ത അല്ലെ റീസണിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ സവിശേഷതകളാണ്. ഓക്കെ, അപ്പോൾ റീസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്തനം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെയൊക്കെ ബേസിസിൽ ഒരു പുതിയ കാര്യത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് സോൾവ് ചെയ്യുക, അതാണ് എന്ത് യുക്തിചിന്തനം എന്ന് ഉദ്ദേശിക്കുന്നത്. യുക്തി ചിന്തനത്തിന് വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കും. അതൊരു മാനസിക പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തിവ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മെച്ചുറേഷൻ, പരിപക്വനം, അനുഭവങ്ങൾ, ദത്തങ്ങൾ, ബുദ്ധി, ശ്രദ്ധ, ഭാവന, അറിവ് എന്നിവയൊക്കെ യുക്തിചിന്തയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. യുക്തിചിന്തന ആഗമനപരമോ നിഗമനപരമോ ആയിരിക്കും. നോക്കിയേ, ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. യുക്തിചിന്ത ആഗമനപരമോ നിഗമനപരമോ ആകാം. ഓക്കെ, എന്താണ് ഈ ആഗമനപരം എന്ന് പറയുമ്പോൾ? ഇൻഡക്റ്റീവ്. നിഗമനപരമോ ഡിഡക്റ്റീവ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ? അതായത് ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ടെൻസ് പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. ടെൻസ് പഠിപ്പിക്കുകയാണ്, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആദ്യം പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ടെൻസ് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നതെന്നൊന്നും പറയുന്നില്ല. പകരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ബോർഡിൽ അങ്ങ് എഴുതുകയാണ്. എന്നിട്ട് ഈ ഒരു എഴുതിയ സെൻറ്റൻസുകളിൽ നിന്ന് കുട്ടികളോടൊരു കോമൺ റൂളിലേക്ക് എത്താനായിട്ട് പറയുകയാണ്. അതായത് എക്സാമ്പിളിൽ നിന്ന് ഒരു ജനറൽ തത്വത്തിലേക്ക് കുട്ടികൾ എത്തുന്നതിനെയാണ് എന്ത് പറയുക? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ആദ്യമേ നമ്മൾ റൂള് പറഞ്ഞു കൊടുക്കുകയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ഈ രീതിയിലാണ് എഴുതേണ്ടത്. എന്നിട്ട് അതിന് കുറച്ച് എക്സാമ്പിൾസ്, അതായത് ആ ഒരു എഴുതിയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എന്താണ് എക്സാമ്പിൾസിലൂടെ നമ്മൾ സമർത്ഥിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാണ് എന്ത് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ വിശകലനം ചെയ്ത് പൊതുതത്വം രൂപീകരിക്കാൻ ചിന്താ പദ്ധതി ആഗമന ചിന്തയും ഒരു പൊതുതത്വത്തെ നിരവധി ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് സമർത്ഥിക്കുന്ന രീതിയാണ് നിഗമന രീതി. അപ്പോൾ നിഗമന രീതിയിൽ പൊതുതത്വം പ്രയോജനപ്പെടുത്തി സവിശേഷ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. യുക്തിചിന്ത എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ആഗമനപരമോ നിഗമനപരമോ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ടീച്ചർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? പ്രശ്നങ്ങൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുക, പ്രശ്ന അവബോധം ഉണ്ടാക്കാനായിട്ട് അവരെ സഹായിക്കുക, താല്പര്യമുള്ള കാര്യങ്ങളുമായി പ്രശ്നത്തെ ബന്ധപ്പെടുത്തുക, പരികൽപ്പന, നിരീക്ഷണം, പരീക്ഷണം എന്നിവ അടിസ്ഥാനമാക്കി ചിന്തിക്കാൻ സഹായിക്കുക, പ്രൊജക്റ്റുകൾ കൊടുക്കാം, പരിസരവുമായി ഇടപഴകി പരിസരത്തെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, അതുപോലെ ഓരോരോ അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, ആഗമന നിഗമന ചിന്താരീതികൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവലംബിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി പ്രശ്ന പരിഹരണവുമായി ബന്ധപ്പെട്ട് എന്താ തന്നിരിക്കുന്നത്? ഒരു എക്സാമ്പിളാണ്. മായയ്ക്ക് ഒരു സ്കൂൾ ടീച്ചറായിട്ട് ജോലി ലഭിച്ചു. ക്ലാസ്സിലെ മിക്ക കുട്ടികളും പഠനത്തിൽ പിന്നോക്കമാണ്. മായ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു. യോഗ ദിവസം ഒരു രക്ഷിതാവ് പോലും വന്നില്ല. തുടരന്വേഷണത്തിൽ മായയ്ക്ക് മനസ്സിലായി, ആ സ്കൂളിൽ രക്ഷിതാക്കളുടെ യോഗം വിളിക്കുകയോ വിളിച്ചാൽ തന്നെ ആരും വരികയോ പതിവില്ല. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രക്ഷിതാക്കളുടെ ബോധവൽക്കരണം അത്യാവശ്യമാണ് താനും. എന്ത് ചെയ്യണമെന്ന് മായ ആലോചിച്ചു. ആ മായയുടെ മുന്നിലുള്ള ഈ പ്രശ്നം, അപ്പോൾ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മായയുടെ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോബ്ലമാണ് അല്ലേ? ആ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് മായയ്ക്ക് മുന്നിൽ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇതുപോലെയാണ് ഇൻ്റർവ്യൂവിന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ ഇട്ട് തരും. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ആ ഒരു ഇഷ്യൂവിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിന് ഉത്തരം നൽകുന്നു എന്നുള്ളതാണ് ഇൻ്റർവ്യൂ ബോർഡിലെ ആളുകൾ നോക്കുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞ ഉത്തരം കറക്റ്റാണോ എന്നല്ല, നമ്മൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഇഷ്യൂസാണ് നമുക്ക് അവിടെ തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് വായിച്ചത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. എന്തൊക്കെ ഘട്ടങ്ങളാണ്? ആദ്യം പ്രശ്നം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഇഷ്യൂ? ഓക്കെ, അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ആദ്യമേ നമ്മൾ തിരിച്ചറിയുന്നു. പ്രശ്നത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടെങ്കിൽ മാത്രമാണ് ശരിയായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ഇനി പ്രശ്നം നിർവചിക്കുന്നു, ഡിഫൈനിങ് ദ പ്രോബ്ലം. പ്രശ്നം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സൂക്ഷ്മതലത്തിൽ കൃത്യതപ്പെടുത്തണം. ഇങ്ങനെ ചെയ്യുന്നത് കൃത്യമായ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമാണ്. സൂക്ഷ്മതലത്തിൽ പ്രശ്നം കൃത്യതപ്പെടുത്തുന്നതിനെ പ്രശ്നം നിർവചിക്കൽ അല്ലെങ്കിൽ ഡിഫൈനിങ് ദ പ്രോബ്ലം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ രണ്ടാമത്തെ ഫേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി 3, ഹൈപ്പോത്തസിസ് ഫോർമേഷൻ, പരികൽപ്പനയുടെ രൂപീകരണം നോക്കാം.
നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൻ്റെ ചില പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഊഹമാണ്. അതിൽ യോജിച്ചവയെ പരികല്പനയായിട്ട് പരിഗണിക്കാം. ഇത് പ്രശ്ന പരിഹാരത്തിന് നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്ന കാര്യമാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യലാണ്. അതായത് പരിഹാരത്തിന് ഉചിതമായിട്ടുള്ള ഏതൊക്കെ തന്ത്രങ്ങൾ നമുക്ക് സ്വീകരിക്കാം, ഏതൊക്കെ തിട്ടപ്പെടുത്താം, അതിനൊരു മെത്തഡോളജി സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും. പിന്നെ വരുന്നത് അഞ്ചാമത്തെ പോയിന്റാണ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോബ്ലത്തിന് കാരണമായിട്ടുള്ള ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് ഡേറ്റ കളക്ഷൻ ചെയ്യാം. അതായത് ആസൂത്രണം ചെയ്ത പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമായിട്ടുള്ള വിവരശേഖരണങ്ങളൊക്കെ നടത്തുകയാണ് ഇവിടെ വേണ്ടത്. ഇനി അപഗ്രഥനവും നിഗമനവും. ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് അപഗ്രഥിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ഈ നിഗമനങ്ങളും പുതിയ അറിവുകളും സമാനമായ മറ്റു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉപയോഗപ്പെടുത്താം. ഇനി വിലയിരുത്തലാണ്. വിലയിരുത്തൽ നിർവഹണ പ്രക്രിയയെ ഫലപ്രദമായി വിലയിരുത്തുകയാണ് ഈ ഘട്ടം ചെയ്യുന്നത്. പ്രവർത്തന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ വിജയകരമായിരുന്നോ പരാജയമായിരുന്നോ, നിർവഹണം എങ്ങനെ മെച്ചപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വിലയിരുത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു പ്രശ്നപരിഹാരം അല്ലെ പ്രോബ്ലം സോൾവിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചത്. പ്രശ്നം തിരിച്ചറിയുക, പ്രശ്നം നിർവചിക്കുക, പരികല്പനകളുടെ രൂപീകരണം, പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ, തന്ത്രങ്ങൾ നടപ്പിലാക്കൽ, അപഗ്രഥനവും നിഗമനവും, വിലയിരുത്തൽ. അപ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ പ്രശ്നപരിഹരണ ഘട്ടങ്ങളൊന്ന് ഓർഡറിലാക്കാനൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്നത് എന്താണ്, അല്ല ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫൈനിങ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ പഠിക്കുകയല്ല വേണ്ടത്. ഇത് ഓർഡർ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രശ്നപരിഹരണത്തിൻ്റെ ശരിയായ ഘട്ടങ്ങൾ ഏതൊക്കെ, ശരിയായ ക്രമം, പ്രശ്നപരിഹാര ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏത്, ഇങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും ആദ്യം പ്രശ്നം തിരിച്ചറിയണം. പ്രശ്നം തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രശ്നം നിർവചിക്കാനായിട്ട് പറ്റണം. സൂക്ഷ്മതലത്തിലാണ് പ്രശ്നം നിർവചിക്കുന്നത്. പിന്നെ പരികല്പനകൾ രൂപീകരിക്കുന്നു. പിന്നീട് എന്താ ചെയ്യുന്നത്, സ്ട്രാറ്റജീസ്, ഇതിന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജീസ് അഡോപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ഡേറ്റ അപഗ്രഥിക്കുക, നിഗമനത്തിലെത്തുക, മൊത്തം പ്രോസസ്സിനെ ഒന്ന് വിലയിരുത്തുക. ഇതാണ് എന്ത് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ 7 ഘട്ടങ്ങളായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇനി പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ. പരിഹരണ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആസ് എ ടീച്ചർ നമുക്ക് എന്തെല്ലാം തന്ത്രങ്ങളാണ് യൂസ് ചെയ്യാവുന്നത്, ഏതൊക്കെയാണ്? ഒന്ന്, കേസ് സ്റ്റഡി, ആക്ഷൻ റിസർച്ച്, അഭിമുഖം, സാമൂഹ്യമിതി തുടങ്ങിയ ഗവേഷണ രൂപങ്ങളും സെമിനാർ, സംവാദം, പാനൽ ചർച്ച, സിമ്പോസിയം തുടങ്ങിയ ചർച്ചാരൂപങ്ങളും പ്രശ്നപരിഹരണത്തിന് ക്ലാസ്സിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേസ് സ്റ്റഡി, അതുപോലെ ആക്ഷൻ റിസർച്ച്, പിന്നെ സാമൂഹ്യമിതി, സോഷ്യോമെട്രി. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. പ്രശ്നപരിഹരണ പ്രക്രിയ ചില പഠന തന്ത്രങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് പഠന തന്ത്രങ്ങളെക്കുറിച്ചാണ്. മുകളിൽ പറഞ്ഞത് എന്താണ്? കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം, അഭിമുഖം, സാമൂഹിക മിതി തുടങ്ങിയ ഗവേഷണ രൂപങ്ങളെക്കുറിച്ചാണ്. അതായത് പ്രശ്നപരിഹരണ തന്ത്രങ്ങളിൽ അവലംബിക്കുന്ന ഗവേഷണ രൂപങ്ങളിൽ പെടുന്നതേത്, പെടാത്തതേത് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പ്രശ്നപരിഹരണ തന്ത്രങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നവ ഏതൊക്കെ, പ്രശ്നപരിഹരണ തന്ത്രങ്ങളിൽ ഉപയോഗിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ, പഠന തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക് രീതി, കണ്ടെത്തൽ പഠനം എന്നിവയൊക്കെ ഈ പ്രശ്നപരിഹരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പഠന തന്ത്രങ്ങളാണ്. അപ്പോൾ പഠനതന്ത്രങ്ങൾ വേറെയാണ്, ഗവേഷണ രൂപങ്ങളും പഠിച്ചു വയ്ക്കുക. പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കുന്ന ഗവേഷണ രൂപങ്ങളും അതുപോലെ തന്നെ പഠനതന്ത്രങ്ങളുമാണ് ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കാണുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഫുള്ള് നമ്മുടെ ഡി എൽ എഡിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ടാണ് ഓരോ ഭാഗത്തും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രമപരാജയ രീതി എന്ന് പറയുമ്പോൾ നോക്കാം, പ്രശ്നപരിഹരണത്തിന് എങ്ങനെയാണ് ഈ ശ്രമപരാജയ രീതി നമ്മൾ അവലംബിക്കുന്നത്. പ്രശ്നപരിഹരണത്തിന് ആദ്യം സ്വീകരിച്ച രീതി അനുയോജ്യമല്ല എന്ന് കണ്ടാൽ മറ്റേ രീതി സ്വീകരിക്കുന്നു. അതായത് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. അതും അനുയോജ്യമല്ലെങ്കിൽ വേറൊന്ന് സ്വീകരിക്കുന്നു. ഇങ്ങനെ പല രീതികൾ സ്വീകരിച്ച് നോക്കിയിട്ട് ശരിയായ രീതിയിൽ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് ശ്രമപരാജയ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രീതി നമ്മൾ സ്വീകരിച്ച് നോക്കുക, അപ്പോൾ അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ രീതി സ്വീകരിക്കുക. അപ്പോൾ പല മാർഗ്ഗങ്ങൾ അവലംബിച്ച് വിജയിക്കുന്നത് നമ്മൾ ഓൾറെഡി അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിജയിച്ചിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പ്രശ്നപരിഹാര സാധ്യതകളുള്ളപ്പോൾ ഈ രീതി അവലംബിക്കാമെങ്കിലും അനേകം പ്രശ്നപരിഹാര സാധ്യതകളുള്ളപ്പോൾ ഇത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു രീതി അല്ലെങ്കിൽ മറ്റേ രീതി അവലംബിക്കുന്ന മെത്തേഡ്, അതാണ് ശ്രമപരാജയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഉൾക്കാഴ്ച പഠനം എന്ന് പറയുമ്പോൾ ഇൻസൈറ്റിലൂടെയോ
അന്തർദൃഷ്ടിയിലൂടെയോ പ്രശ്നപരിഹരണം നടത്തുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അന്തർദൃഷ്ടി പഠനത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അന്തർദൃഷ്ടി ഉൾക്കാഴ്ചയിലൂടെ നമ്മൾ പ്രശ്നപരിഹരണം നടത്തുന്നതാണ്. ഇനി അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നീട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നല്ലൊരു ചായ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ പ്രശ്നപരിഹരണത്തിന് വേണ്ടിയിട്ട് അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങൾ, സ്റ്റെപ്സിനെയാണ് എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം കയ്യിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി മുന്നേറി പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് നമ്മൾ അൽഗോരിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഗണിത പ്രക്രിയകളിൽ നിശ്ചിത കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത കാര്യം ചെയ്യണം എന്ന രീതിയിൽ ശൃംഖലനം ചെയ്തു പോകുന്ന കൃത്യമായ ഘട്ടങ്ങൾ അവലംബിക്കാറുണ്ട്. ഈ ക്രിയാമാർഗമൊക്കെ അൽഗോരിതമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അൽഗോരിതം കൂടുതലായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മാത്രമാണ് അതിന് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുള്ളൂ. മാത്സിലെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചെയ്തു പോകുന്നത്. അപ്പോൾ ഒരു പ്രശ്ന പരിഹരണത്തിന് വേണ്ടി അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളാണ് അൽഗോരിതം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളൊക്കെ അൽഗോരിതത്തിന് നല്ല ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള ചില സന്ദർഭങ്ങളിൽ ആളുകൾ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്ന് ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രശ്നപരിഹരണ രീതിയായിരിക്കും. എന്നാൽ ആ രീതി ആത്യന്തികമായി സ്വീകരിക്കാവുന്ന രീതി ആകണമെന്നില്ല. ദത്തങ്ങളുടെ ആയാസകരമായ താരതമ്യങ്ങളോ കൃത്യമായ അൽഗോരിതമോ പ്രയോഗിക്കാതെയുള്ള മാർഗമായതിനാൽ കൃത്യതയും വിശ്വസ്തതയും കുറവായിരിക്കും. എങ്കിലും ലക്ഷ്യപൂർത്തീകരണത്തിന് അതാത് പ്രശ്നപരിഹരണത്തിന് പ്രയോജനപ്പെടും. അതായത് തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള ചില സന്ദർഭങ്ങളിൽ ആളുകൾ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്ന് ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാത്സ് പ്രോബ്ലം നമ്മൾ PSC എക്സാംസിന് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ക്ലാസ്സിൽ ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ നമ്മളൊരു പ്രോബ്ലം പഠിപ്പിക്കുന്ന വഴി എഴുതി കണക്ക് ചെയ്യുന്ന രീതിയിൽ അതേ പ്രോബ്ലം തന്നെ നമുക്ക് PSC എക്സാമിന് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴികളും ഒക്കെ ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യുക? അല്ല, ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലൂടെ അല്ലേ, അതിന് അപ്പോൾ ആ ഒരു വഴിക്കണക്കുകളൊന്നും എഴുതാതെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലൂടെ കൂടുതൽ ടൈം സേവ് ചെയ്തുകൊണ്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചില മാർഗ്ഗങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അത് നമ്മളുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോൾ ഇതിന് കൂടുതൽ ടൈമൊക്കെ ഒരുപാട് കുറച്ചെടുത്തുകൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് പറ്റും, നമുക്കറിയാം. പക്ഷേ ഇതിലേക്കുള്ള വേ എന്ന് പറയുന്നത് കുറച്ച് സിംപ്ലസ്റ്റ് വേ ആയിരിക്കും. സാധാരണ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അത്രയും ടൈമോ അല്ലെങ്കിൽ അത്രയും ഘട്ടങ്ങളിലൂടെയോ പാസ് ചെയ്ത് പോവാതെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു സൊല്യൂഷൻ എങ്ങനെ കിട്ടും എന്നതിലേക്ക് വരുന്നതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നതിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹ്യൂറിസ്റ്റിക്സ് Okay, heuristics are strategies using readily accessible though loosely applicable information to control problem solving in human beings and machines. അതുപോലെ തന്നെ heuristic refers to experience based technique for problem solving, learning and discovery that find a solution which is not guaranteed to be optional but good enough for a given set of goals. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്നുള്ളത് പഠിച്ചു. തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കുറച്ച് കൃത്യത അല്ലെങ്കിൽ വിശ്വാസം കുറവായിരിക്കും. ലക്ഷ്യപൂർത്തീകരണത്തിന് എന്തായാലും അത് ഉപകാരപ്പെടുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു രീതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്, പ്രോബ്ലം സോൾവിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിങ്ങിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ ജെറോം എസ് ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. PQ ആണ്. ക്ലാസ് റൂം പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ടെത്തൽ പഠനത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. പഠനവുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടെത്തൽ പഠനമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ പ്രശ്ന പരിഹരണവുമായി റിലേറ്റഡ് ആയിട്ട് കണ്ടെത്തൽ പഠനം എന്താണെന്നുള്ളത് മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജെറോം എസ് ബ്രൂണറിൻ്റെ കണ്ടെത്തൽ പഠനം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചാൽ എന്തൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ രൂപങ്ങളാണ് കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം, അഭിമുഖം, സാമൂഹ്യനീതി എന്നിവയൊക്കെ. സാമൂഹ്യനിധി. ഇനി നെക്സ്റ്റ് പഠനതന്ത്രങ്ങൾ ഏതൊക്കെയാണ്? പഠനതന്ത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത് ശ്രമപരാജയ രീതി, അന്തർദൃഷ്ടി പഠനം, അൽഗോരിതം, ഹ്യൂറിസ്റ്റിക് രീതി, അതുപോലെ തന്നെ കണ്ടെത്തൽ പഠനം എന്നിവയൊക്കെ. ഓക്കെ അല്ലേ? പ്രശ്ന പരിഹരണ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? കുട്ടികളിൽ പ്രശ്ന പരിഹരണ ശേഷി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? അതായത് ഇന്നത്തെ ലോകം നമുക്കറിയാം ഒരുപാട് സങ്കീർണത നിറഞ്ഞതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരും അല്ലേ, അവരുടെ തുടർ ജീവിതത്തിലെല്ലാം. അപ്പോൾ ജീവിതം എന്നത് പ്രശ്ന പരമ്പരകളുടെ ആവിർഭാവവും അവയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹരണ ശേഷി ഓരോ വ്യക്തിയിലും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. തൻ്റെ ക്ലാസ് മുറിക്കകത്തും പുറത്തുമുണ്ടാകുന്ന പഠന പ്രശ്നങ്ങളും പാഠ്യേതര പ്രശ്നങ്ങളും മറ്റും പരിഹരിച്ച് മുന്നേറുന്ന കുട്ടിക്ക് ഭാവി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് സാധിക്കും.
അപ്പോൾ ക്ലാസ് റൂമിലെ പഠന പ്രശ്നങ്ങൾ ഒറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും ഒക്കെ പരിഹരിക്കുക വഴി കുട്ടിക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അവനെ വരും കാലത്തെ ജീവിതത്തിൽ കരുപിടിപ്പിക്കാൻ ഏറെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ആശയ രൂപീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള പഠന അനുഭവങ്ങൾ പഠിതാവിന് ലഭ്യമാക്കുക എന്നുള്ളത് ഒരു ടീച്ചറുടെ ഒരു കടമയാണ്. ആശയ പഠനത്തിൻ്റെയോ തത്വത്തിൻ്റെയോ കേവല പഠനം പ്രായോഗിക ജീവിതത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കില്ല. ജീവിതം എന്നത് പ്രശ്ന പരമ്പരകളുടെ നിരന്തരമായ ആവിർഭാവവും അത് പരിഹരിക്കുന്നതിലുള്ള തുടർച്ചയായ ശ്രമങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടാൻ പ്രശ്നപരിഹരണ ശേഷി വികസിക്കേണ്ടതുണ്ട്. പ്രശ്നപരിഹരണത്തിൻ്റെ ഭാഗമായി ചില നിർണായകമായ തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ആസൂത്രണം ചെയ്യൽ, അമൂർത്ത ചിന്തനം, തീരുമാനമെടുക്കൽ തുടങ്ങിയവ പൊതുവെ ഉയർന്ന മാനസിക ധർമ്മങ്ങളാണ്. ഇനി പ്രശ്നപരിഹരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. അപ്പോൾ അതിൽ ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗ് അല്ലെ പഠന ശ്രേണി കൊണ്ടുവന്നത് റോബർട്ട് എം ഗാഗ്നെയാണ്. റോബർട്ട് എം ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഏറ്റവും ഉന്നത തലത്തിലാണ് ഈ പ്രോബ്ലം സോൾവിംഗ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് പഠനത്തിൻ്റെ ആത്യന്തികമായ ഫലം പ്രശ്നപരിഹരണമാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതൊക്കെ പഠിക്കണോ എന്ന് തോന്നുമെങ്കിൽ കൂടിയിട്ടും ഇപ്പോൾ പ്രോബ്ലം സോൾവിങ്, ആ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള തന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഗവേഷണ രൂപങ്ങൾ, അതൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും പഠിക്കാനില്ല എന്ന് തോന്നും. എങ്കിൽ കൂടിയിട്ടും ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞ സ്ട്രെസ് കൊടുത്ത് നമ്മൾ പറഞ്ഞ പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നോട്ടൊന്നും എഴുതണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസൊക്കെ ആക്സസ് ചെയ്യുക. താങ്ക്